29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഔദ്യോഗികമായി സമാപനമായി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സംവിധായിക പായൽ കവാടിയയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. 5 ലക്ഷം രൂപയും ഫലകവുമാണ് സമ്മാനം. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ 5 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. തിരുവനന്തപുരം നിശാഗന്ധിയിൽ വെച്ച് നടന്ന പ്രൗഢോജ്വല ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. പെഡ്രോ ഫിയേറെ സംവിധാനം ചെയ്ത ബ്രസീലിയൻ ചിത്രം മലുവിനാണ് സുവർണ ചകോരം. 20 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഫർഷദ് ഹാഷ്മിക്കും ക്രിസ്റ്റോബൽ ലിയോണിനും രജത ചകോരം ലഭിച്ചു. മികച്ച സംവിധായകൻ, മികച്ച നവാഗത സംവിധായകൻ എന്നിവയ്ക്കാണ് പുരസ്കാരം. രജത ചകോരം ഫോർ ദ ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ. For the director duo, Cristobal Leon and Joaquin Cosina for Hyperboreans. To the Suvarna Chagoram for Best Film, and the award goes to Malu by Pedro Freire. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഒപ്പം സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം സംവിധായക പായൽ കവാടിയയ്ക്ക് സമ്മാനിച്ചു. ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം. ഒപ്പം മറ്റ് വിവിധ വിഭാഗങ്ങളിലായി നിരവധി പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. Institute of India, Pune. Special mention of the jury goes to Fasil Muhammad for Feminist Fatima. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച മേള ഐക്യത്തിന്റെയും ഒരുമയുടെയും കൂടി മേളയായി മാറിയെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. ഈ മേള എല്ലാവർക്കും ഒരു മികച്ച ദൃശ്യാനുഭവം പകർന്നു നൽകി എന്നതിൽ അഭിമാനിക്കാം. ഇവിടെ പ്രസ്താവിച്ചതുപോലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മേള കൂടുതൽ ശ്രദ്ധേയമായത്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കപ്പെട്ടത് ഹോങ്കോങ് സംവിധായികയായ ആൻ ഹോയിയും ഇന്ത്യൻ അഭിനേത്രിയായ ശബാന ആസ്മിയുമാണ്. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം പായൽ കവാടിയക്കാണ് ലഭിച്ചത്. ആകെ പ്രദർശിപ്പിച്ച 177 സിനിമകളിൽ 40-ൽ പരം ചിത്രങ്ങൾ വനിതാ സംവിധായകരുടേതായിരുന്നു. മേളയുടെ സിഗ്നേച്ചർ ഫിലിമിലൂടെ ആദരിക്കപ്പെട്ടത് മലയാളത്തിലെ ആദ്യ നായികയായ PK റോസിയ. സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഈ മേള ഐക്യത്തിൻ്റെയും ഒരുമയുടെയും വേദിയായി കൂടി മാറി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. 68 രാജ്യങ്ങളിൽ നിന്നായി 177 ചിത്രങ്ങളാണ് ഇത്തവണ മേളയിൽ പ്രദർശിപ്പിച്ചത്. മത്സര വിഭാഗത്തിലെ ചിത്രങ്ങളുടെ പ്രദർശനം 2ാം ദിനമാണ് ആരംഭിച്ചത്. മലയാളത്തിൽ നിന്നെത്തിയ 2 ചിത്രങ്ങൾക്കും മേളയിൽ മികച്ച പ്രതികരണവും ലഭിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.